ബ്രോ എങ്ങനെയുണ്ട് ഇത്ര നേരത്തെ? ബ്രോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ബ്രോ എങ്ങനെയുണ്ട് ഇത്ര നേരത്തെ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. ടോവിനോന്റെ ഒരു പീരീഡ് ആക്ഷൻ ഡ്രാമ മൂവി അത്. അതെ, അങ്ങനെയുണ്ട്. ഫുള്ള് അവരുടെ വർക്ക് പഴയ കാലഘട്ടമൊക്കെ കാണിച്ചേക്കണൊക്കെ. പഴയ കാലഘട്ടമൊക്കെ കാണിച്ചത് കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, ഒരു നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ടോട്ടൽ വർക്ക് എങ്ങനെയുണ്ട് പഴയ കാലഘട്ടമൊക്കെ കാണിച്ചത്? പഴയ കാലഘട്ടം നല്ല വർക്കൗട്ടായിട്ടുണ്ട്. നല്ലൊരു ഗ്രാമം ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. പുതിയൊരു വെറൈറ്റി. ബാക്കി പാട്ടൊക്കെ ഓൾറെഡി ഹിറ്റാണല്ലോ. അത് പാട്ട് വന്നിട്ടില്ല, പാട്ട് വരാൻ പോകുന്നത്. ടോവിനോ എങ്ങനെയുണ്ട് ടോട്ടലി? ടോവിനോ ഭയങ്കര അഭിനയം, വെറൈറ്റി, വേറൊരു രീതിയിലുള്ള അഭിനയമാണ്. ഭയങ്കര ലൗഡ് അഭിനയമാണ് ഉണ്ടാക്കിയത്. ക്യാമിയ റോളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ക്യാമിയ റോളായിട്ട് ഞാൻ അറിയാൻ പോകുന്നുള്ളൂ. സസ്പെൻസ് ഉണ്ട്. നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലല്ല പോകുന്നത്. എന്തായാലും ഈ വിഷു തൂക്കും. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? നമ്മൾ ട്രെയിലർ കണ്ട പോലെ ഒരു പീരിയഡ് ഡ്രാമയാണ്. അപ്പോൾ ആ സെറ്റിങ്സും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒന്നാമത് ഇതിനകത്ത് ടോവിനോയുടെ ഗെറ്റപ്പ് ഗംഭീരമായിട്ട് സ്ക്രീനിലങ്ങ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഗെറ്റപ്പാണ്. പിന്നെ പഴയകാലത്ത് കാണിച്ചിട്ടുള്ള ആ ഒരു ആർട്ട് വർക്ക്, ആ സെറ്റിങ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പടം മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ അതൊരു ഹിൻഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലറിൽ കാണിച്ച പോലെ ഒരു അടിമൊത്തം അങ്ങനെ ഒരു സംഭവം ആ ഒരു കാലഘട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് കേരളപ്പിറവി ആ ഒരു 57 ഗവൺമെൻറ് രൂപീകരിച്ച ആ ഒരു കാലഘട്ടത്തിലെ ഒരു പീരിയഡ് ഡ്രാമയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഇത് തന്നെയാണ് ടോവിനോയുടെ സ്ക്രീൻ പ്രസൻസ്. പിന്നെ ആക്ഷൻ സീന് ഒരു ബാബുരാജായിട്ടുള്ള ഗംഭീര വെടിക്കെട്ട ആക്ഷൻ സീൻ ഉണ്ട്. പക്ഷേ അത് ഗംഭീര തിയേറ്ററിൽ നല്ല കയ്യടിയുള്ള നല്ല ഗൂസ്മം മൊമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ജെയ്ക്സ് ബിജോയുടെ ജെയ്ക്സ് ബിജോയ് നല്ല നൈസായിട്ട് ഈ ലോകയിൽ നമ്മൾ തന്നെ ഒരു മോഡേൺ ആണെങ്കിൽ ഇതൊരു പഴയകാല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതായിട്ട് പിന്നെ ആ പാട്ടിലേക്ക് നമ്മൾ ഇനി വന്നിട്ടില്ല. പാട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു BGM സ്കോറൊക്കെ ഉള്ളത് ശരിക്കും അവർ തമ്മിലുള്ള പെയറിംഗ് ഒക്കെ ഗംഭീരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതെ, അങ്ങനത്തെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് തന്നെയാണ്. പിന്നെ ട്രെയിലർ കണ്ടിട്ട് ഇതൊക്കെ പറഞ്ഞാലും ഏതെങ്കിലും ഒരു പാർട്ടി ബേസ് അങ്ങനെ ഒരു സംഭവമല്ല. പക്ഷേ നമ്മൾ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയാം. അവരിന്ന് സിനിമയിൽ കാണിക്കുന്നുണ്ട്, നമ്മൾ പഴയകാലത്തെ ചില സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതും ഈ മെയിൻ സ്റ്റോറി ആയിട്ട് ഇവർ ഒരു പുതിയൊരു രീതിയിലാണ് ഈ കഥ പറയുന്നത്. അത് നടന്ന സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. അതിനിടയിലൂടെ ഇവരുടെ ടോവിനോയുടെ ഒരു ലൈഫ് സ്റ്റോറിയും സിനിമക്കകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിയാലിറ്റിയും ഫിക്ഷനും മിക്സായ രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്നാലും നല്ല തിയേറ്റർ വാച്ചിനുള്ള മൊമെൻറ്റ്സ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ.